Assalamu alaikum. Hello friends, welcome to our channel Jasma Gourmet. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അറബിക് ഡെസേർട്ടാണ്. മഫ്രൂക്കെ വിത്ത് പിസ്താഷ്യൂസ് ആൻഡ് ക്രീം. നല്ല റിച്ച് ഫ്ലേവേഴ്സ് ഉള്ള ഒരു പുഡിങ്ങാണ്. പിസ്തയും നല്ലൊരു ക്രീം ഫില്ലിങ്ങും എല്ലായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. പാല്, തിക്ക് ക്രീം, Milkmaid, rose water, unsalted butter, sugar, fine semolina, powdered pistachio and flour. ക്രീം നമുക്ക് എങ്ങനെ ആക്കേണ്ടതെന്ന് നോക്കാം. അതിന് 3 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ മൈദ ഫ്ലവർ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇത് ഞാനിപ്പം സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ടില്ല, ഓഫ് സ്റ്റവ് ആണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിലാക്കണം. ഇപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്, ലംസുകളൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റവിൽ വെക്കാം. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. പാകത്തിനുള്ള ഷുഗർ. ഇത് വെരി ലൈറ്റ് സ്വീറ്റ് ക്രീമാണ്, അപ്പോൾ ഓവർ ഷുഗർ വേണ്ട. ഇതൊന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാമോളം വരും അത്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിക്ക് ക്രീം ഇതിലേക്ക് ചേർക്കാം. 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ചേർക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇവിടെ 125ൻ്റെ 2 പാക്കറ്റാണ് ഞാനിവിടെ ചേർത്തത്. ഈ ക്രീമിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. നല്ല തിക്കായി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ ക്രീം ഇത് കൂളാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാന് ഇതിൻ്റെ ഡോ ഉണ്ടാക്കാൻ വെക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ ഫൈൻ സെമോലിന അല്ലെങ്കിൽ നല്ല റവ ഇതിലേക്ക് ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ നമ്മൾ പൊടിച്ച് വെച്ച പിസ്ത ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത ഈ സെമോലിന ആഡ് ചെയ്യാം. ഈ 2 ചേരുവകളും നന്നായി എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇത് മിക്സായി വന്നതിന് ശേഷം 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഇത് 3ഉം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് 1/2 കപ്പ് റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കാം. അപ്പോഴാണ് ഇതെല്ലാം കൂടി നന്നായി മിക്സായി ആ ഒരു ക്രംബിൾ ഫോമിലായി വരുള്ളൂ. ഞാനിവിടെ 2 രീതിയിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ആദ്യത്തേത് ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, ഡെസേർട്ട് ഗ്ലാസ്. അതിലേക്ക് ഫസ്റ്റ് ഈ ക്രംബിൾഡ് നമ്മൾ മിക്സ്ചർ ഒഴിക്കാം. ശേഷം അതിൻ്റെ ക്രീം, എന്നിട്ട് അതിൻ്റെ ഈ ക്രംബിൾ കൊണ്ട് നമുക്ക് ടോപ്പ് ചെയ്യാം. ഈ പ്രോസസ്സ് സെയിമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കപ്പുകളിലോ ഗ്ലാസ്സുകളിലോ ചെയ്ത് കൊടുക്കാം. ആദ്യം മഫ്രൂക്കെ ഡോ, പിന്നെ അതിൻ്റെ ക്രീം, വീണ്ടും മഫ്രൂക്കെ ഡോ.
ഇനി ഞാൻ സ്റ്റെപ്പ് 2 പുഡിംഗ് ട്രേയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഈ മഫ്രൂക്കെ ഡോ നന്നായി സ്പ്രെഡ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്യണം. നമുക്കൊരു സ്പൂണ് വെച്ചോ ഗ്ലാസ് വെച്ചോ, ഞാനിവിടെ സ്പൂണ് വെച്ചാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നന്നായി ആ ക്രീം ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി എല്ലായിടത്തും സ്പ്രെഡായതിന് ശേഷം വീണ്ടും നമ്മൾ മഫ്രൂക്കെ ഡോ ഇതേപോലെ ഇതിൻ്റെ മേലിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ ചെയ്യാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിംഗിൾ ലെയറോ ഡബിൾ ലെയറോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വീണ്ടും നമ്മൾ ക്രീം ഞാൻ ഇതിൻ്റെ മേലിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഈവൻ ചെയ്യണം. ഇനി ഇത് നമുക്ക് തണുപ്പിക്കാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നന്നായി ഒന്ന് സെറ്റാവും. ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണ്, അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവേഴ്സ് എല്ലാം കറക്റ്റ് സെറ്റാവുള്ളൂ. എന്തായാലും മിനിമം ഒരു 6 to 8 hours എന്തായാലും നിങ്ങൾ വെക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരു ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ പുതിയ റെസിപ്പീസ് എടുത്തതൊക്കെ നിങ്ങൾക്ക് കാണാം. പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ ഗുഡ് ബൈ.